Liebe Schwestern und Brüder, vor 2 Tagen habe ich mit Donzi dieses Fest gesprochen und dann hat er mir gesagt, da gibt es einige aus seiner Gemeinde, dann die unsere Muttersprache Malayalam nicht kennen. Dann kann ich nicht diese Predigt leider auf Deutsch halten, deswegen kann ich keine Tipps geben. Das heißt, was mein Thema ist oder der Inhalt meiner Predigt ist einfach Donzi. Ja. Sie können einfach an Donzi denken. Ja, an Donzi denken und dann können Sie einfach meiner Predigt einfach folgen. Das ist mein Tipp. Jetzt denke ich, darf ich jetzt meine Muttersprache einschalten? Ja. Dankeschön. ഞാൻ ഈ സുവിശേഷം എടുത്ത് ഇന്നത്തെ സുവിശേഷം വായിച്ച സുവിശേഷം ശരിക്കും നിയമത്തിനെ ശകാരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ തുടക്കം തന്നെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുവിശേഷ ഭാഗത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുവിശേഷ ഭാഗത്തിന് നേരെ വിപരീതമാണ് ക്രിസ്തു എന്ന് ചിന്തിച്ചാൽ മതി. ഈ സുവിശേഷ ഭാഗത്തിന് നേരെ വിപരീതം ഡോൺസിയാണോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഒക്കെ ആയിരുന്നു വിചാരിക്കും. അപ്പൊ അതാണ് ഞാൻ നമ്മുടെ ഡോൺസി പറഞ്ഞ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പൊ വീടിന്റെ രാജകുമാരൻ എന്ന് വിളിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ യാത്രയുടെ തമ്പുരാനും കൂടെയാണ് എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം. ബാച്ചിന്റെ വ്യത്യാസമില്ലാതെയോ വലുപ്പ ചെറുപ്പങ്ങളുടെ വ്യത്യാസമില്ലാതെയോ ഡോൺസിയത്തിൽ എവിടെയെങ്കിലുമൊക്കെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത് അവിടെ പ്രമുഖ സ്ഥാനം ആഗ്രഹിച്ച അങ്ങനെ എത്തിച്ചേരാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ 4 പേരുടെ ഇടയിൽ എപ്പോഴും അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും അത് നടക്കില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ 2ാമത്തെയും 3ാമത്തെയും ശകാലത്തിൽ നിന്നും ഡോൺസിച്ചൻ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോൺസിച്ചൻ അങ്ങനെ എത്തിപ്പെടുന്നതിന്റെ സ്ഥലകാലങ്ങളിൽ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ഈ വലിപ്പ ചെറുപ്പങ്ങളുടെ വ്യത്യാസമില്ലാതെ എത്തിപ്പെടുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് ഇത്രയും പേര് അച്ഛന്മാര് തന്നെ ഇത്രയും പേര് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ തിരക്കിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ യാത്രയാണ് 900-1200 കിലോമീറ്ററൊക്കെ പലരും യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കും. യേശുവിന്റെ ശകാലത്തിന് വെളിയിൽ നിൽക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന എന്ന പുണ്യമാണ്, അല്ലാതെ നടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിലും പറയുക, പ്രാർത്ഥിക്കുന്നത് ഭാവിച്ച ഈ കാര്യം നടക്കില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് കൂടി ചിന്തിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള ഓട്ടങ്ങൾക്കും ഓട്ടച്ചാട്ടങ്ങൾക്കുമൊക്കെ ഡോൺസിച്ചിന് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വീടിന്റെ രാജകുമാരനും യാത്രയുടെ തമ്പുരാനും ഒക്കെ ഇങ്ങനെ നമ്മളെല്ലാവരെയും കൂട്ടി നിർത്താനായിട്ട് സാധിക്കുന്നതെന്ന് വിചാരിക്കാം. പൗരോഹിത്യത്തിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ രാവിലെ പൗരോഹിത്യത്തിൽ എഴുന്നേൽക്കുക, പൗരോഹിത്യത്തിൽ അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തീരുന്ന രീതിയിലുള്ള ഒരു ജീവിതം 25 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ആകുന്നത് കൊണ്ടാണ് ഒരു ദിവസം ഡോൺസിച്ചിന്റെ ദിവസം ഈ ജൂബിലി വർഷം ആഘോഷിക്കുവാനുള്ള അവസരം കർത്താവ് നൽകിയത് എന്ന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും വിചാരിക്കുകയും ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ
ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ആട് മാത്രം അടിച്ചിട്ടുള്ളൂ, ആളിനടിച്ചിട്ടില്ലല്ലോ. ഈശ്വര താങ്ക് യു. ജപ്പാൻ പങ്കാളിയാക്കി താങ്ക് യു സർ. അതെ, അതാണ് ഗ്രാൻഡ് താല്പര്യം. My dear,
അങ്കിത ഓൾ ദി ബെസ്റ്റ്. അതാണേ einfach Tapioca, Reis, Appam ist eine Reisbrot und Brot. Geschafft, der Victoria. Benny! ഇത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നതല്ല. എന്നെ കൂടാതെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലാൻ ചെയ്യണം എന്നുള്ളത് രഹസ്യ വിവരം കിട്ടി ഓർഗനൈസ് ചെയ്യേണ്ടി വന്നതാണ്. ഏതായാലും അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കറിയാം, സാധാരണഗതിയിൽ എൻ്റെ ഓർഡിനേഷൻ്റെ ഞാൻ എപ്പോഴും ഇവിടുന്ന് മുങ്ങിക്കളയും, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും മാറിക്കഴിയാറുള്ളത്. അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ പോയി കളഞ്ഞാൽ. ഏതായാലും ഒത്തിരി സന്തോഷം വന്നതിൽ. മെൽവിൻ പുസ്തകം പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പിന്നെ എനിക്ക്
എനിക്ക് ചിരി വന്നിട്ട് പാടില്ലായിരുന്നു. കാരണം ചെറുത് പറയുന്നുണ്ട് ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാനന്ന് ചെന്ന് 4 മാസത്തിന് ഒരു ആടിനെ കൊണ്ടിരുന്നു ബൈക്കും കൊണ്ട് തന്നെ ആരും അറിയാതെ അവർ പരിപാടി സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്ത്. ഒത്തിരി നന്ദി എല്ലാവർക്കും. ഇത്രയും ദൂരത്ത് നിന്ന് അയർലൻഡിൽ നിന്ന് നമ്മുടെ ജോർജിയയുടെ പള്ളിപ്പുറത്തിനും ഈ പേപ്പറും കൂടി അവിടെ തന്നെ കൊണ്ടുവന്നതാണ് അച്ഛൻ പറഞ്ഞത്. എല്ലായിടത്തിലാണ് വിമാനത്തിന് അവിടെ നിന്ന് പിടിച്ച് എക്സ്ട്രാ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വരെ വന്നതിനും അതുപോലെ തന്നെ എല്ലാവരും ഇറ്റലിയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ബാറ്റനച്ചൻ നിങ്ങൾ മനസ്സിലായാലും പോലെ അറിയുന്നതാണോ? എല്ലാവരും എടുത്തു പറഞ്ഞ് കുറേ ഉണ്ട്. ജോസ് അച്ഛൻ ഓസ്ട്രിയ നമ്മുടെ ഇവിടുത്തെ സീനിയർ ആണ്. ബെൽജിയം ബെൽജിയം അങ്ങനെ എല്ലാവരും പറയുന്നില്ല. അതുപോലെ നമ്മുടെ ഇറ്റലിയിൽ നിന്ന് വന്നവര് സർപ്രൈസ് ആയിരുന്നു. അതുപോലെ നമ്മളെല്ലാവരും അവിടെ വെച്ച് ബാക്കിയുള്ളവരും പറയാം. ഇന്ന് ഭക്ഷണത്തിന് ഞങ്ങൾ മുട്ടൻസുകാരെന്ന് പറയണമെങ്കിലും മുട്ടൻസ് മാത്രമല്ല ബ്രൈറ്റൺ ബാക്കും അതും ബാസൽ അവിടെയൊക്കെ നമുക്ക് കൂട്ടുകാർ മുട്ടൻസ് ടിക്കറ്റിന്റെ കീഴിലാണ്. കാരണം ബാസൽ എല്ലാവരും ഇപ്പൊ സൂക്ഷിച്ചതും ഗ്രൗബിളിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിപ്പെട്ടവരാണ് സാധാരണ ഇവിടെ ഒരുമിച്ച് കൊടുത്തത്. ഇന്ന് വന്നതിനും ഒത്തിരി സന്തോഷം. വെറുതെ വന്നവരല്ല, ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. സാധാരണ എപ്പോഴും നമ്മുടെ ബിജു ഒക്കെ പറയാറുണ്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നത് ഭക്ഷണം എന്റെ ഭക്ഷണം തീർന്നിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയാണെന്നാണ് പൊതുവെ ഇവിടെ ക്ഷണിക്കും. അവര് തന്നെ ഭക്ഷണം കൊണ്ടുവരും, അവര് തന്നെ ഇവിടെ നിന്ന് ആഘോഷിക്കും. ഞങ്ങള് ചിലപ്പോൾ വെളുപ്പിന് വരെയൊക്കെ ചീട്ടൊക്കെ കളിച്ചിരിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, നല്ലൊരു ഗ്രൂപ്പാണിത്. പ്രത്യേകിച്ച് ബാക്കിയുള്ളവരൊക്കെ പറയും അച്ഛനും മുട്ടൻസുകാരെന്ന് പറഞ്ഞിങ്ങനെ ഒരു കുറ്റം പറയുന്ന ബ്രൈറ്റൺ ബാസുകാരൊക്കെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന എല്ലാം അവരാണ് കൊണ്ടുവന്നത്. ഇറ്റലിയിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും സന്തോഷം, നന്ദി, ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറയാൻ വലിയ നിറയുണ്ട്. അപ്പനമ്മ മുതൽ സെമിനാരി മൈനസിനാരിലെ എന്നെ ആദ്യമായിട്ട് എടുത്ത ആർച്ച് ബിഷപ്പ് കളന്തറ മുതൽ മൈനസ് ഡയറക്ടറുമായിരുന്ന കുമ്പരച്ചൻ മുതൽ മരിച്ചുപോയ ഒത്തിരി പേര്, തണ്ണിക്കോട്ടച്ഛൻ, അങ്ങനെ പറയാനായിട്ട് ചവർ പോലെ സമയം കഴിയുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാം. ഒത്തിരി നന്ദി. അപ്പൊ നമുക്ക് ഉടനെ ഓൾറെഡി ഭക്ഷണം കഴിക്കാൻ താമസിച്ചു, വേഗം ഭക്ഷണം കഴിക്കാം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.